ചില ദിവസങ്ങളിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കണമെന്ന് തോന്നാറില്ലേ? അങ്ങനെ ഒരു തോന്നലിൻ്റെ പുറത്തുണ്ടാക്കിയതാണ് കേട്ടോ ഈ പുഡിങ്. കുറേ നേരം കുത്തിയിരുന്ന് ആലോചിച്ചിട്ട് കിട്ടിയ പേരാണ് കേട്ടോ ക്യാരറ്റ് കട്ടോരി പുഡിങ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് വൃത്തിയാക്കി കുക്കറിലിട്ട് നന്നായിട്ട് വേവിക്കാം. 2 ഏലക്കയുടെ കുരുവും കുറച്ച് പാലും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. 1/4 കപ്പ് പാലിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ബാക്കി പാലിലേക്ക് അരച്ച് വെച്ച ക്യാരറ്റും ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ അതിലേക്ക് കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് കൈയെടുക്കാതെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒന്ന് ചൂടാറിയ ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി ഒരു സ്പൂൺ നെയ്യ് ചൂടാക്കി സേമിയ ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഞാനിവിടെ നല്ല തിന്നായിട്ടുള്ള സേമിയയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. വെള്ളമൊക്കെ നന്നായി വറ്റിക്കഴിഞ്ഞാൽ മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ടുണ്ട്. മധുരം കുറവാണെന്ന് തോന്നിയതുകൊണ്ടാണ് പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്തത്. ഇനി ഇത് മാറ്റി വെച്ച ശേഷം ഇതേ പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യിൽ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു സ്പൂൺ നെയ്യും കൂടെ ചൂടാക്കിയിട്ട് കുറച്ച് കാഷ്യൂ നട്ടും കൂടെ ചേർത്ത് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ക്യാരറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി സേമിയ സെറ്റ് ചെയ്യാം. ഞാനിവിടെ കപ്പ് കേക്കിൻ്റെ ട്രേ ആണ് കേട്ടോ എടുത്തേക്കണത്. ചെറിയ ചെറിയ ബൗളുണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്താലും മതി. താഴെയും സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ട് അമർത്തി വെച്ച് സെറ്റ് ചെയ്യാം. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ഒരു അരമണിക്കൂറൊക്കെ മതിയാവും. ഇനി ഒരു കത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ സൈഡൊന്ന് വിടിയിച്ച് കൊടുത്താൽ നമുക്കിത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ കുട്ടി കുട്ടി കട്ടോരീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ട്രേയിലും ബൗളിലൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലിംഗ് റാപ്പൊക്കെ വിരിച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ കിട്ടും കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്യാരറ്റ് പുഡിംഗ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കിത് ഫില്ല് ചെയ്യാം. ഇതിൻ്റെ മേലെ ക്യാരറ്റും കാഷ്യൂ നട്ടും കൂടെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി ഡെസേർട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് അവരുടെ മുമ്പിൽ പിടിച്ച് നിൽക്കാമല്ലോ. കഴിച്ചോട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഞാൻ ശരിക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.